സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു സുധി ക്യാൻസർ ചികിത്സയ്ക്കിടയിലും തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളും അനുഭവങ്ങളും പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെയാണ് പുതിയൊരു അഭിമുഖത്തിൽ രേണു തന്റെ ജീവിതത്തിലെ വേദനിപ്പിച്ച ചില അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. അസുഖം ബാധിച്ച സമയത്ത് താൻ പ്രതീക്ഷിച്ച ചിലർ പോലും തന്നെ കാണാനെത്തിയിട്ടില്ലെന്നും എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലർ സ്നേഹത്തോടെ ഒപ്പമുണ്ടായെന്നും രേണു പറയുന്നു. തന്നെ ഉപയോഗിച്ച് ബിസിനസ്സും സോഷ്യൽ മീഡിയ റീച്ചും നേടിയ പലരും അസുഖം വന്നതിനു ശേഷം തന്നെ കാണാനെത്തിയില്ലെന്നാണ് രേണുവിന്റെ ആരോപണം. വരാമെന്ന് പലരും പറഞ്ഞെങ്കിലും ഇതുവരെ വന്നിട്ടില്ലെന്നും അവർ പറയുന്നു. എന്നാൽ താൻ പ്രതീക്ഷിക്കാത്ത ചിലർ തന്റെ വേദന മനസ്സിലാക്കി നേരിട്ട് കാണാനെത്തിയതായും രേണു പറയുന്നുണ്ട്. നടിയും സാമൂഹിക പ്രവർത്തകയുമായ സീമ ജി നായർ തന്നെ കാണാനെത്തിയ സംഭവം തന്നെ ഏറെ വികാരധീനയായാണ് രേണു വ്യക്തമാക്കിയത്. അതിനിടയിലാണ് കിച്ചുവിനെ കുറിച്ചുള്ള രേണുവിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത്. ഏറെ സ്നേഹത്തോടെ വളർത്തിയ കുട്ടിയായിരുന്നു കിച്ചുവെന്നും തന്നെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചത് അവനാണെന്നും രേണു പറയുന്നു. തന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും കിച്ചുവിനോട് തുറന്ന് സംസാരിച്ചിരുന്നുവെന്നും അവർ ഓർക്കുന്നു. സുധിച്ചേട്ടന്റെ മരണശേഷം തനിക്ക് നേരെ വന്ന നെഗറ്റീവ് കമന്റുകൾക്ക് പോലും കിച്ചു മറുപടി നൽകിയിരുന്നുവെന്നും രേണു പറയുന്നുണ്ട്. ഇത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്ന കിച്ചു തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ച ശേഷം തന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രേണുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം. ഒരിക്കൽ ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരാൾ പിന്നീട് അകന്നു പോയതിന്റെ വിഷമം രേണുവിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് അസുഖത്തോട് പോരാടുന്ന സമയത്ത് തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന മാനസിക പിന്തുണ ലഭിക്കാതിരുന്നതാണ് രേണുവിനെ വേദനിപ്പിച്ചതെന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. താൻ ആരംഭിച്ച സബ്സ്ക്രിപ്ഷൻ സംവിധാനമാണ് കിച്ചുവിന്റെ അകൽച്ചയ്ക്ക് കാരണമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും രേണു വ്യക്തമാക്കി. എന്നാൽ പിന്നീട് തനിക്കെതിരെ വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഉപയോഗിച്ച് റീച്ചും വ്യൂസും നേടുന്ന പ്രവണതയെക്കുറിച്ച് രേണു വിമർശനം ഉന്നയിച്ചു. കിച്ചു അത്തരത്തിൽ ചെയ്യുന്നത് ബിഗ് ബോസിലേക്ക് എത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കണമെന്നും രേണു അഭിമുഖത്തിൽ സൂചിപ്പിച്ചു. അതേസമയം വ്യക്തിപരമായ വിഷയങ്ങളുണ്ടായിട്ടും കിച്ചുവിനെതിരെ തനിക്ക് വൈരാഗ്യമില്ലെന്നും രേണുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പോകട്ടെ, ജയിക്കട്ടെ, എന്റെ പ്രാർത്ഥനയുണ്ടാകും എന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും അവർ പറയുന്നു. ഒരിക്കൽ താൻ സ്നേഹിച്ചിരുന്ന ഒരാളോട് ഇപ്പോഴും മനസ്സിൽ നന്മ മാത്രമാണുള്ളതെന്നും സന്ദേശമാണ് ഈ വാക്കുകളിലൂടെ രേണു നൽകുന്നത്. സബ്സ്ക്രിപ്ഷനിലൂടെ ലഭിച്ച പണം തന്റെ ചികിത്സയ്ക്കും ഏറെ സഹായകമായെന്നും രേണു വ്യക്തമാക്കിയിട്ടുണ്ട്. അസുഖം വന്നതിനു ശേഷം ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ആ പണം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉയരുന്ന വിമർശനങ്ങൾക്കും രേണു മറുപടി നൽകി. താൻ തന്റേതായ രീതിയിൽ ശ്രദ്ധ നേടാൻ ശ്രമിച്ചിട്ടില്ലെന്നും തന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോകുന്നതെന്നും അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ക്യാൻസർ ചികിത്സയുടെ ശാരീരിക വേദനയ്ക്കൊപ്പം അടുത്തവരിൽ നിന്നുള്ള അകൽച്ചയും പലപ്പോഴും വലിയ മാനസിക വേദനയാകാം. രേണുവിന്റെ പുതിയ വെളിപ്പെടുത്തലിനും അത്തരമൊരു വേദനയാണ് പ്രകടമാകുന്നത്. താൻ ഏറെ സ്നേഹിച്ച ഒരാൾ അസുഖകാലത്ത് ഒപ്പമുണ്ടായിട്ടില്ലെന്നും വിഷമം തുറന്നു പറയുമ്പോഴും ആ വ്യക്തിയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന രേണുവിന്റെ നിലപാടാണ് ശ്രദ്ധേയമാകുന്നത്. അവസാനം രേണു സുധിയുടെ വാക്കുകൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാതി മാത്രമായി കാണാനാകില്ല. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ കൂടെയുണ്ടാകുന്നതെന്ന തിരിച്ചറിവ് കൂടിയാണ് അത്. പ്രതീക്ഷിച്ചവരിൽ ചിലർ അകന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാത്തവർ സ്നേഹത്തോടെ ചേർന്ന് നിന്ന അനുഭവമാണ് രേണു പങ്കുവച്ചത്. ക്യാൻസറിനെതിരെ പോരാടുന്നതിനിടയിലും മനസ്സിലെ വേദനകൾ തുറന്നു പറയാനുള്ള ധൈര്യമാണ് ഈ അഭിമുഖത്തിലൂടെ രേണു പ്രകടിപ്പിക്കുന്നത്. രേണുവിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളും അസുഖകാലത്ത് തന്നെ കാണാനെത്തിയവരെക്കുറിച്ചുമുള്ള ഓർമ്മകളും സബ്സ്ക്രിപ്ഷനിലൂടെ ലഭിച്ച പണം ചികിത്സയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നുവെന്ന വെളിപ്പെടുത്തലുമെല്ലാം പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ വിവാദങ്ങൾക്ക് പുറം ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലും മുന്നോട്ടു പോകാനുള്ള രേണുവിന്റെ ശ്രമമാണ് ഈ കഥയുടെ പ്രധാന ഭാഗം.